ഇക്കൊല്ലത്തെ ഇന്ത്യയിലെ പ്രധാന ചർച്ചകളിലൊന്നാണ് കുംഭമേള. നിരവധി മരണവും മേള നടത്തിയതിലെ സുരക്ഷാ വീഴ്ചയുമെല്ലാം ഇന്നും തുടരുന്ന ചർച്ചയാണ്. ജനുവരി 14 മുതൽ ഫെബ്രുവരി 26 വരെ പ്രയാഗരാജിൽ മഹാകുംഭമേള നടന്നു വരികയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന കുംഭമേളക്കൊരു ഐതിഹ്യമുണ്ട്. പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടാണ് കുംഭമേളയുടെ ഐതിഹ്യം. ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം ദേവന്മാർ അസുരന്മാരുമായി ചേർന്ന് അമൃത് കടഞ്ഞെടുത്തു. അമൃത് കടഞ്ഞെടുത്തു കഴിഞ്ഞാൽ അസുരന്മാരുമായി പങ്കുവെക്കാതെ സ്വന്തമായി ഉപയോഗിക്കാനായിരുന്നു ദേവന്മാരുടെ തീരുമാനം. അതിനായി അമൃത് പൊങ്ങി വന്ന ഉടനെ ദേവരാജാവായ ഇന്ദ്രന്റെ മകൻ ജയന്തൻ ധന്വന്തരിയുടെ കയ്യിൽ നിന്ന് അമൃത് തട്ടിപ്പറിച്ച് ഓടിമറഞ്ഞു. 12 ദേവദിവസങ്ങൾ, അതായത് 12 മനുഷ്യവർഷങ്ങളാണ് ജയന്തൻ അമൃതുമായി ഓടിയത്. തട്ടിപ്പറിച്ച അമൃതുമായി ജയന്തൻ വസിച്ചത് 4 സ്ഥലങ്ങളിലാണെന്ന് പറയപ്പെടുന്നു. ഹരിദ്വാർ, നാസിക്, പ്രയാഗ്രാജ്, ഉജ്ജയിൻ എന്നിവയാണ് ആ 4 സ്ഥലങ്ങൾ. ജയന്തൻ ഓരോ സ്ഥലത്ത് വിശ്രമിച്ചപ്പോഴും അമൃത് കുംഭത്തിൽ നിന്ന് ഓരോ തുള്ളി അമൃത് വീതം ഭൂമിയിലേക്ക് പതിച്ചു. അമൃത് വീണ ഈ 4 പുണ്യസ്ഥലങ്ങളാണ് കുംഭമേള നടക്കുന്നത്. കുംഭമേള സമയത്ത് ഈ നദികളിലെ വെള്ളം അമൃതാകുമെന്നും ആ സമയത്ത് പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുമാണ് വിശ്വാസം. പാപങ്ങളെല്ലാം നീങ്ങി മോക്ഷത്തിലേക്ക് അടുക്കാൻ ഇത് സഹായിക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു.